ഏതൊക്കെയാ പറഞ്ഞ ഞാൻ കാണിക്കാതെ പറഞ്ഞു ഇത് ഇതാ കഞ്ഞിപ്പയറൊന്നും പറയും എന്തരിയാന്നറിയോ? ഉണക്കലരി അല്ലേ? ഉണങ്ങലരി. ഉഴുന്ന് ഉഴുന്ന് വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? പപ്പടം ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും. ഓക്കെ. അന്നേ ഇത് കണ്ടിട്ടുണ്ടോ? നെല്ല്. ആ പാത്രത്തിന് എന്താ പറയാ? നെല്ല് വെക്കുന്നത് പറ വലുതാ. പറ ഇവിടെ ഉണ്ടോ ചേച്ചി? പറയില്ല, പറ വലുതാ. ഇതിനെന്താ പറയാ? ഇടങ്ങഴി. പണ്ടത്തെ പാത്രങ്ങൾ എന്തെന്നാ? ഇടങ്ങഴി. പിന്നെ ഇത് പരിപ്പ് നമ്മൾ എന്തിലിടാറ്? പരിപ്പോടെ നമ്മള് വേറൊരു പരിപ്പ് വെച്ച് ഉണ്ടാക്കാം. എന്നാലും പരിപ്പ് കറി ഉണ്ടാക്കും. പിന്നെ സാമ്പാർ അല്ലെ? ഇതൊക്കെ അറിയാലോ നമ്മള്. ഗ്രീൻ പീസും എല്ലാതും അറിയോ? പേരറിയോ? പറഞ്ഞേ. ഇതേതാ? പയറ്, പിന്നെ പരിപ്പ്, ഗ്രീൻ പീസ്, ചെറുപയറ്, ഉഴുന്ന്, കടല, അരി. ഇതിന്റെ പേര് അത് വെച്ചിരിക്കുന്ന മാത്രം ഇടങ്ങഴി. I bless you, Jesus my Lord. I love you, Holy Spirit. I tell you, Holy Trinity. I love you. രസമുണ്ടല്ലേ? വേണ്ട വേറെ കായ കോഴിക്കോട് കണ്ട കോഴിയെ നമുക്ക് എന്തെന്നാ തരിക? കോഴിമുട്ട ഉണ്ടാവണ എങ്ങനെയാന്നറിയോ? കോഴിമുട്ട എങ്ങനെയാന്നറിയോ? പറ. ദേ കണ്ട കിടക്കുന്ന നോക്കിയേ. കണ്ട ദേ നോക്കിയേ. കണ്ട കോഴിമുട്ട കണ്ട? കണ്ടതേ കോഴികള്. നിങ്ങളെന്താ കഴിക്കണേന്നറിയോ? തീറ്റ അല്ല, നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാന്നറിയോ? അരി കൊടുക്കും. പിന്നെന്ത് കൊടുക്കും? ഗോതമ്പ്. പിന്നെന്തെന്നാ ചെറിയ കോഴിത്തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. പെല്ലറ്റ് അങ്ങനത്തെ കിട്ടും. അതൊക്കെ കൊടുത്തു കഴിയുമ്പോ കോഴി എന്ത് ചെയ്യും? അത് കഴിച്ച് നമുക്ക് ഈ മുട്ട അല്ലേ? മുട്ട തരും. മുട്ട കഴിക്കാറില്ല എല്ലാവരും? അതേപോലെ പിന്നെ എങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ? കോഴിയുടെ മുട്ട അങ്ങനെ വിരിയണേ? പൊട്ടിക്കണേ? പൊട്ടിക്കണല്ല. അത് നമ്മളൊരു ഇങ്ങനെ ഒരു കൊട്ടയില് കുറച്ച് ഇത് വൈക്കോല് എന്തെങ്കിലും വെച്ചിട്ട് അതില് മുട്ട വെക്കും. എന്നിട്ട് ഈ കോഴിയല്ല, നാടൻ കോഴി ഉണ്ട്. ആ നാടൻ കോഴി പൊരുന്നു പറയും. അതെങ്ങും പോവാണ്ട് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ മുട്ടയുടെ മുകളിൽ കയറി ഇരിക്കും. അപ്പൊ ആ കോഴി അടയിരിക്കുക. എന്നിട്ട് ഈ കോഴിയുടെ ചൂട് എന്ത് വേണം? ചൂട് കൊണ്ട് ആ മുട്ട വിരിയുമ്പോ അതിലെന്താ ഉണ്ടാവുക? കോഴിക്കുഞ്ഞുങ്ങള്, കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങള് കണ്ടിട്ടുണ്ടാ? കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞിട്ട് അതുങ്ങൾ ഇങ്ങനെ അമ്മ അതിനെ കൊണ്ടു കിടക്കും. ഇങ്ങനെ ഇപ്പൊ കാക്ക എന്തൊക്കെയാ വന്ന് പിടിച്ചോണ്ട് പോവും അതിനെ? കാക്ക കൊണ്ടുപോവും. ഇർലാൻ അതന്നെ ഇർലാൻ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ കൊണ്ടുപോവാണ്ട്
അതൊക്കെ കൊണ്ടുപോകാണ്ട് അമ്മ ഇങ്ങനെ അതിനെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, ഇതേപോലെ മുട്ടയിടും അല്ലേ? കണ്ട, ഇതിന്റെ കാട്ടമൊക്കെ നല്ല വളമാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാ, അത് ചെടികൾക്കൊക്കെ ഇടാം അല്ലേ? ഓക്കെ. ഇനി ഈ കോഴി തന്നെ തലയിൽ പൂവൊക്കെ ഉള്ളതുണ്ട്, അതിനെന്താ പറയാ? പൂവങ്കോഴി. പൂവങ്കോഴി എന്താ ചെയ്യാ രാവിലെ? കൊക്കൊക്കെ വന്നു അല്ലേ? അത് കേട്ട് പണ്ടുള്ള ആൾക്കാർക്ക് ടൈമൊന്നും അറിയില്ല. ഈ കോഴിയൊക്കെ കൂവുമ്പോഴാണ് എന്തറിയണേ, നേരം വെളുത്തൂന്ന് അറിയണേ അല്ലേ? അതൊക്കെ നല്ല രസമില്ല ഇന്നത്തെ കാലം അല്ലേ? ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭൂമിയുടെ നമ്മുടെ സണ്ണിന്റെ റേസ് അല്ലേ ഭൂമിയിലേക്ക് തട്ടുമ്പോഴാണ് അവിടെ ഡേ ആവുക, നേരം വെളുക്കും. അത് ഇപ്പൊ നമ്മള് തിരിഞ്ഞ് എവിടെ എത്തി? നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇപ്പൊ ഏത് സൈഡിലാ സൂര്യപ്രകാശം വീഴുന്നത്? അമേരിക്ക അങ്ങനത്തെ ആ രാജ്യങ്ങളിലൊക്കെയാണ് ഇപ്പൊ നേരം വെളുത്തോണ്ടിരിക്കുക അല്ലേ? അവിടെയൊക്കെ പിന്നെ എന്ത് തരും സൂര്യൻ? ചൂട് തരും. പിന്നെന്താ സൂര്യൻ ഉദിക്കണത് അസ്തമിക്കണതൊക്കെ എവിടെയാ? സൂര്യൻ അസ്തമിക്ക നോക്കിയേ, കണ്ട സൂര്യൻ അസ്തമിക്കണ നോക്കിയേ, അസ്തമിക്കാൻ പോകുന്നു കണ്ട. പിന്നെ എന്തൊക്കെയാ അറിയാം കടലിനെ കുറിച്ച്? പിന്നെ എന്തൊക്കെ അറിയാം? കടലൊക്കെ എന്താ അറിയാ? മറ്റേതെന്ന ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഞാൻ പിന്നെ ഓർത്തെടുത്ത ഇല്ലേ? കരക്കാറ്റും കടൽക്കാറ്റും. ഇവിടെ പഠിച്ചിട്ടില്ല? കപ്പല് കണ്ടാ നോക്കിയേ ദൂരെ. ഇങ്ങനെ നാരങ്ങൾ ഉണ്ടാക്കുന്നേ? നാരങ്ങ പിഴിഞ്ഞ് ചേച്ചി പിഴിഞ്ഞു. ഇനി കുട്ടി പിഴിഞ്ഞു. പിഴിഞ്ഞ് ചേച്ചിയും ചെയ്യണ നോക്കട്ടാ. എന്തിനു പെട്ടെന്നാ നീര് വരുന്നേ? മെഡിറ്റേഷൻ ചെയ്യാം. നമ്മള് മെഡിറ്റേഷൻ ചെയ്തിട്ട് വേണം കേട്ടോ ടീച്ചറെ. ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ. നിങ്ങളുടെ മീൻ വല്ലതുണ്ടോ? മൂന്ന് സാധനങ്ങൾ നാരങ്ങളിൽ എങ്ങനെ ഉണ്ടാക്കണേന്നു? വെള്ളം ഒഴിച്ച് അത് നാരങ്ങ പിഴിയും, വെള്ളം ഒഴിക്കും. അറിയാല്ലേ? ഒന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാക്കണേന്ന്? പിന്നെ വെള്ളം ഒഴിക്കുക, പിന്നെ പഞ്ചസാര കുറച്ചിട്ടു. പട്ടം കണ്ട കണ്ട പട്ടം കണ്ട നോക്ക് നോക്ക് എല്ലാരും പട്ടം കണ്ട പട്ടം നോക്കിയേ അസ്തമിക്കുന്ന കണ്ട സൂര്യൻ കണ്ട നോക്കി സൂര്യനെ നോക്കി സൂര്യനെ നോക്കണ സൂര്യൻ എവിടെയാ നോക്കിയേ സൂര്യൻ കണ്ട കണ്ട സൂര്യൻ
മീൻ പിടിക്കാൻ പോയല്ല പറയ് എന്തിനാ കടലിൽ പോണ എന്തിനാ എത്ര ബോട്ടാന്ന് Three, four, five, six. എന്തിനാ കടലിൽ പോണ നമ്മൾക്ക് മീൻ കിട്ടണ എങ്ങനെയാന്ന് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് എന്ത് വെച്ചിട്ട് ചൂണ്ടച്ചിട്ട് വല വെച്ചിട്ട് അപ്പോഴേ ചൂണ്ട വെച്ച് കിട്ടും. കുട്ടി പറയുന്നത് ശരിയാണ്. പക്ഷെ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ അല്ല ഒരു സമയം. എന്നിട്ട് വല വെച്ചെടുക്കുമ്പോ കൊറേ കിട്ടില്ലേ? പിന്നെ നമ്മള് സൂര്യന്റെ കാര്യം പഠിച്ചില്ലേ? നമ്മൾക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഈ മില്ലിന്ന് പഠിക്കാം. മില്ലിന്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ട് നമുക്ക് നാളികേരം ഇപ്പൊ കാണുന്നില്ലേ നാളികേരം? അത് നമ്മള് താഴെ ഇട്ടിട്ട് ആണ് ഉണക്കി. ഇതിന്റെ അടിയില് പൈപ്പ് ഉണ്ട്. അതില് ഇങ്ങനെ വെളിച്ചെണ്ണ വരില്ലേ? ഈ പൈപ്പിൽ കൂടി വന്നിട്ട് ഇവിടെ വീഴും. ഇതില് വീഴും. അത് കാല് മുട്ടാതെ വരുന്ന സൂക്ഷിച്ച് ഇതിലേ വന്ന് കണ്ട ഇതിലേ വന്ന് ഇതിൽ കൂടി എന്താ ചെയ്യണേ? വെളിച്ചെണ്ണയും അതിലാ ഇതൊക്കെ ഇല്ലേ കൊപ്രയുടെ പിണ്ണാക്കിന്റെ ഇതൊക്കെ വേറെ വേറെ ആക്കും. ഇതിനെയാണ് ഫിൽട്ടർ ചെയ്യാന്ന് പറയാ. ഇത് വെളിച്ചെണ്ണ വൃത്തിയായിട്ട് ഇത് ഈ പൈപ്പിൽ കൂടി താഴേക്ക് വരും. കാലുമുട്ടേ എന്താ കണ്ടോ? ഇതില് വരും. ഇതിലേ വന്നിട്ട് എവിടേക്ക് പോവും? ഈ ടാങ്കിൽ വരും. കണ്ടോ? ഇതിൽ വന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇത് ഇന്നെടുക്കും. മനസ്സിലായോ? നമുക്ക് എന്താ നമ്മള് നാളികേരം ഉടച്ചിട്ട് എന്താ ചെയ്യാ? വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ച് കഴിയുമ്പോ ഇതേപോലെ ഉണങ്ങും. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോ എന്താ സംഭവിക്കുക? ഇത് പെട്ടെന്ന് പോരും. എന്നിട്ട് പോന്നു കഴിയുമ്പോ ഇതാണ് കണ്ടില്ലേ? ആ ചേട്ടൻ ആ ടാങ്കിൽ ഇട്ടേണ്ട മോളിന്ന് ഇതിലെ പോയിട്ട് അതിലിടും. എന്നിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കണ്ടത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ട്. അതേ കണ്ട ചെറിയ പീസ് കണ്ടോ? വെളിച്ചെണ്ണ വരണ വേണ്ട ഇങ്ങനെയാ നമ്മൾ കൊടുക്ക. വരുമ്പോ എങ്ങനെയാ വെളിച്ചെണ്ണ ഉണ്ടാക്കണേന്നറിയോ? അറിയില്ല? തേങ്ങ ഉണക്കിയിട്ട് എന്താ ചെയ്യാ? തേങ്ങ ഉണക്കി കഴിഞ്ഞിട്ട് അത് വേണ്ട കൊപ്ര ഉണങ്ങിയത് അതുണ്ടാവും. എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോ അതിന്റെ ആ ചിരട്ട പൊളിച്ചിട്ട് ചിരട്ട മാറ്റി കഴിയുമ്പോ അത് വെയിലത്തിട്ട് ഉണക്കിയത് കൊപ്ര കണ്ട. എന്നിട്ട് നോക്കിയേ അത് എന്ത് ചെയ്യും? മോളില് മോൾ ഭാഗം അവിടെ ഇടും. അതിട്ടിട്ട് അതിൽ കൂടി എന്റെ താഴെ താഴെ മെഷീൻ അതിലെ വന്നിട്ട് കട്ട് ചെയ്ത് താഴേക്ക് വീഴും. ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് താഴേക്ക് വീഴും. താഴേക്ക് വീണ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടും. കാണിച്ചു തരാം. ഈ മെഷീന്റെ പേര് എന്താ? എക്സ്പെല്ലർ. ഇതിന്റെ ഉള്ളിലിടും. ഇതിന്റെ ഉള്ളിലിട്ടതിന് ശേഷം അത് ഇതിലെ താഴേക്ക് വന്ന് പറഞ്ഞു കൊടുക്കോ? കണ്ടോ? അപ്പുറേ പോയി കാണാം നമുക്ക്. ഇതിലിടും. താഴേക്ക് വന്നിട്ട് ഇതിന് എന്താ പറയാ? ഇത് ചേമ്പർ. കണ്ടോ?
ദീ കൂടി വെളിച്ചെണ്ണ കഷ്ണം കഷ്ണാക്കും ഇത്. എന്നിട്ട് ഇത് അവിടെ ഉണ്ടായി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാ ശരിക്കും കംപ്രസ് ചെയ്ത് വെളിച്ചെണ്ണ ഇതിൽ വീഴും. എന്നിട്ട് ബാക്കി വരുന്നതാണിത്. എന്താ ദേ എന്താ നാളികേരം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം വരുന്നതാണിത്. ഇതിനെന്താ പറയാ പിള്ളേര് പറയട്ടെ, ഇതിനെന്താ പറയാ പിണ്ണാക്ക്. പിണ്ണാക്ക് ഇത് ശരിക്കും ആയിട്ടില്ല, ഇത് ഉണങ്ങും നന്നായിട്ട്. ഉണങ്ങി കഴിയുമ്പോഴും നമ്മള് പിണ്ണാക്ക് എന്തിനു ഉപയോഗിക്കുക അറിയോ? പറയൂ, ആലോചിച്ച് നോക്കിയ എന്തിനാ പറയും, എന്തിനാ പറയും എന്തിനൊക്കെ ഇപ്പൊ കണ്ട എന്തിനു ഉപയോഗിക്കുക? നമ്മള് പശുവിനൊക്കെ എന്താ കൊടുക്കുക? പശു, ആടിനൊക്കെ എന്താ കൊടുക്കുക? ഇല്ലേ, കൊടുക്കൂലേ ഭക്ഷണം? വെള്ളത്തിലിട്ട് കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അറിയോ? അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലിട്ട് കൊടുക്കും. ഏതാ കോഴി പേരറിയോ? നിങ്ങൾക്കറിയോ ഏതാ? നോക്ക് കല്ലു, കോഴിയുടെ പേരെന്താ? ശബ്ദം ഉണ്ടാക്കണ കേട്ടിട്ടുണ്ടോ? ടർക്കി കോഴി. മോൻ എന്തൊക്കെ അറിയാ ടർക്കി കോഴിയുടെ? നമ്മളുടെ പിന്നാലെ വരൂല്ലേ? ഓക്കേ. ഇനി നമുക്ക് കുതിരേനെ കാണാൻ പോവാ. വായോ, നടന്നോ നടന്നോ. കാണിച്ചു കുതിരേനെ കാണാൻ പോയോ? പിടിക്കണ പിടിക്കണ്ട ഇതിന്റെ ഉള്ളിലല്ലേ? വായോ വായോ. ചാടിക്കോട്ടെ. ഇഷ്ടായ കുതിരേനെ? സച്ചുവിന്റെ കുതിരയ. പേരുണ്ടാ സച്ചു? എന്താ പേര്? ശക്തി. രുദ്രയും ശക്തി അല്ലേ? ഉണ്ണിയ ഈ വലിയ കുതിരയുടെ ഉണ്ണിയത്? ശരി. നോക്ക് ദേ തൊട്ടാളെ നിക്കുവാനെ സച്ചു പിടിക്ക്. ചെറുതുങ്ങള് ചെറുതുണ്ടാളല്ലേ? കുഞ്ഞിക്കിളാങ്ങള് മോനെ അത് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? ചേട്ടൻ അതിനെ കിടക്കും. എന്നിട്ട് അതിനെ പിടിക്കും. നോക്കൂ, ഒറ്റയ്ക്ക് ചെയ്തോളോ? കുളിപ്പിക്കണേ. മോനെ നിന്നോ, മോനെ നിന്നോ. ചിലയുടെ മോനെന്നാണ് ചെന്നിക്കടാ. അഞ്ഞാർക്കൊക്കെ തൊണ്ടോ എല്ലാവരും കല്ല് തട്ടോ. കുതിര എന്തൊക്കെയാ കഴിക്കാന്ന് പറഞ്ഞു കൊടുക്ക സച്ചു. കുതിര എന്തൊക്കെയാ കഴിക്കാന്ന് പറഞ്ഞു. കഴിക്കുന്നത് കുതിര കഴിക്കണത് പറയേ. വൈക്കോല്, പുല്ല്, പിന്നെ അച്ചാച്ചന് തീറ്റിട്ട് ഓട്സ് കഴിക്കും. കേട്ടാ നിങ്ങള്? കേട്ടാ സച്ചു പാർസലാക്കിട്ട് പാർസലേക്ക് വരുന്ന ഓട്സ്, പിന്നെ കടലേര,
എന്തേ അമ്മമ്മ പറയണ ശ്രദ്ധിച്ച എന്തൊക്കെയാണ്? കടലത്തോട് കൊറേ സാമാനങ്ങൾ, പിന്നെ ധാന്യങ്ങളൊക്കെ പൊടിച്ചത്, പാല് കുടിക്കും, മുട്ട തിന്നൊക്കെ കഴിക്കും. വയറൊക്കെ വരുമ്പോ തൈര് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും സംശയം ചോദിച്ചോ, അമ്മമ്മ അടുത്ത് ചോദിച്ചോ. കൊറേ മെഡിസിനും ഉണ്ട്. കൊറേ മെഡിസിൻ ഉണ്ട്. ഓടിയൊരാണെങ്കിൽ വീഴരുതിട്ടാ. തൊട്ടോളെ ആർക്കെങ്കിലും തൊടങ്ങി തൊട്ടോ. പിന്നെ ഇയാള് പറഞ്ഞു പറയും മോനെ ഏതൊക്കെ പശുക്കളാന്ന് പറയും. ഇത് ഗിയർ, ഇത്ര ഉറക്കെ പറഞ്ഞു. ഗിയറിന്റെ കുട്ടി അത് ആദ്യത്തെ പശു. പിന്നെ ഇതിന്റെ പേര് നന്ദിനി. പിന്നെ ഇത് ഗീർ പശു അല്ലേ? ഗീർ പശു അതിന്റെ കുട്ടി ഇത്. ഓക്കെ, വായോ. ഇത് ഈ പശു ഒക്കെയാ? ഈ പശു അത് അറിയില്ല. കുത്താൻ വരുമോ? പാല് കുടിക്കണത് എങ്ങനെയാ? ആരൊക്കെ പാല് കുടിക്കുന്നതില്? എല്ലാരും പാല് കുടിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാ പാല് കിട്ടുന്നേ? പശുവിന് കണ്ടാ കൊറേ പശു. പഠിച്ചില്ലേ ആ വവ്വാല്? നോക്കിയേ, ഇതാ പോണം. അതിനൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ, തുമ്പികളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് പറക്കുമ്പോ പൂമ്പാറ്റേനെ പിടിക്കാൻ വരും. ഇവിടെയൊക്കെ വന്നിരിക്കും. ഇവിടെ പൂമ്പാറ്റ വരുമ്പോ പൂമ്പാറ്റേനെ പിടിക്കാൻ വരും. അപ്പൊ പക്ഷികളൊക്കെ കാണുമ്പോ നന്നായി നോക്കുക. അവർ കൂടുണ്ടാക്കും മരത്തുമ്മലൊക്കെ. അപ്പൊ ആ കൂടൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒരു കിളിയുണ്ട്, തുന്നക്കാരെന്ന് പറഞ്ഞിട്ടൊരു കിളിയുണ്ട്. കേട്ടിട്ടുണ്ടോ? തുന്നക്കാരൻ വലിയ ഇലയില്ലേ, ഇലയുടെ അടിഭാഗം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നാര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തുന്നും. എന്നിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കും. ആ ഹോളിന്റെ ഉള്ളില് പഞ്ഞി, വേസ്റ്റ്, കടലാസ്, തുണി കഷ്ണൊക്കെ കൊണ്ട് നിറച്ചിട്ട് അതിലാണ് മുട്ടിട്ടിട്ട് കുട്ടികളെ വളർത്തുക. ഇത്രയുള്ളോ കിളി. അതെ, കിളി, ഒരു സ്ലൈറ്റ് കളർ മരത്തില്. ഭയങ്കര ശബ്ദമുണ്ട്. തുന്ന എല്ലാം ഇങ്ങനെ നാര് കൊടുത്തിട്ട്. തേക്ക് മരം കണ്ടിട്ടുണ്ടോ? തേക്ക് വലിയ ഇലയായിട്ട്. ഇത് അമ്മായിരെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പേരൊക്കെ ഒന്ന് പറഞ്ഞ പേര്. മൈന ഏതാവും തൊട്ട് കാണിച്ചേ? മൈന, മൈന, ഇതേതാ? മൈന അല്ല, ഇതാ മീനെ പിടിക്കണ കിളിയത്. കുക്ക് കണ്ട വെള്ളത്തിലേക്കിടെ ഇങ്ങനെ അവിടെ പോകും. എന്നിട്ട് മീനിനെ എങ്ങനെയാ പിടിക്കും? കൊക്കുമ്പോ. എന്നിട്ട് പറന്ന് മരത്തമ്മ കൊണ്ടുവച്ചിട്ട് കൊത്തി. ഇതാരാന്നറിയോ? ഇത് പൂയിന്ന് തേൻ കുടിക്കണ കിളി, തേൻ കിളി. ഇതാരാ? ഇതില് കുറച്ചൊക്കെ വേണമെങ്കിൽ അറിയാം അല്ലേ? ഇത് കുറച്ചറിയാം. ഇത് മൈന. ഇത് കുരുവി, ഒരു തരം കുരുവി. ഇതാരാ? കഴുകൻ എന്ന് പറഞ്ഞാ കുട്ടികളൊക്കെ എടുത്തുകൊണ്ടുപോകും. കഴുകൻ അത്ര വലുതാ. ഏത്? അത് സ്പാരോ, കുരുവിയാണ് കേട്ടാ. ഇതൊരു തരം കുരുവിയാണ്. ഇത് കുരുവിയാണ്. അത് തുന്നക്കാരൻ കാണിച്ച ടൈലർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ടൈലർ ബേർഡ്. അത് പോയി. ഇപ്പൊ നമ്മള് കണ്ടില്ലേ പൂവൊക്കെ? ഇത് നമ്മുടെ അവിടെ അധികം ഇല്ല. എന്നാലും വേറൊരു ബുൾബുൾ വരും. ചോപ്പ് അറിയാത്ത വല്ലതും ഇതൊന്നും കുട്ടികൾക്ക് അധികം അറിയില്ല. ഇത് മഞ്ഞക്കിളി. അത് താറാവ്. മൂങ്ങ.
പിന്നെ വേറൊരു കിളി രാത്രി ഒച്ച ഉണ്ടാക്കണ കേട്ടിട്ടുണ്ട പേടിക്കണത് മലങ്കോഴി. അതേപോലത്തെ പോയിട്ട് പോയി രാത്രി അതൊക്കെ പോയാലേ പേടിയ ആൾക്കാർക്ക് എന്താണ് അത് മരണം വിളിച്ചറിയിക്കുന്ന കിളിന്ന് പറയുന്നത്. ഇത് പറഞ്ഞതാരാ? ഇത് അറിയാ? ഇത് വേറൊരു കിളിയാണ് കേട്ടാ. ഈ കിളി ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ ഇതിന്റെ തലയിൽ ഉള്ള ഒരു തൊപ്പിണ്ട്. അത് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഒച്ച ഉണ്ടാക്കാം. അപ്പൊ ഇതിങ്ങനെ വിരിയും, ഇതിങ്ങനെ എന്നിട്ട് ചുങ്ങും. ഇങ്ങനെ ആക്കുമ്പോ വിരിയും, ഇങ്ങനെ ആക്കുമ്പോ ചുങ്ങും. തലയെടുത്തത് ഇത് നമ്മുടെ അവിടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ പോയി. ഇതാ ഇത് തേൻ കുടിക്കുന്ന കിളി, ഇത് മീൻ പിടിക്കുന്ന കിളി അല്ലേ? ഇത് കൊക്ക്. ഇതാരാ? ഇതാരാ? പരുന്ത്. മോളിക്കൂടെ പറക്കണത്. കോഴിക്കുഞ്ഞിനൊക്കെ കണ്ടടുത്തോണ്ടോ പരുന്ത്. ഇതാരാ? ഇത് വവ്വാല്. അറിയാ? കൊക്ക് കുട്ടികൾക്ക്. ഇതാ തത്തമ്മ. എന്ത് കഴുകന കഴുകം. ഓ ഭയങ്കര പരുന്ത്. അപ്പൊ ഈ പാത്രത്തില് കണ്ടോ? ഈ പാത്രത്തില് വെള്ളം കുടിക്കും. കണ്ടോ? വെള്ളം കുടിക്കുന്ന പാത്രം. ആ പാത്രത്തില് വെള്ളം കുടിക്കും. പിന്നെ ആ സൈഡിലൊക്കെ പോയിട്ട് മുട്ടയിടും. കണ്ടോ? കാർഡ്ബോർഡിന്റെ പെട്ടിയൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നു നോക്കാറുണ്ടോ? കാണാറുണ്ടോ? എന്ത് കിളികളെ പേരറിയണതൊന്ന് പറഞ്ഞു. ഏത് കിളിയുടെ പേര്? കോഴി നമ്മള് വളർത്തുന്ന ഒരു പക്ഷിയാണ്. അത് നമ്മൾ കിളിയിൽ വടും. നമ്മുടെ ചുറ്റുപാട് മരത്തുമ്പിലൊക്കെ പറന്ന് നടക്കുന്ന കിളികള് നമ്മൾ വളർത്താത്ത ചുറ്റുപാടുള്ള പ്രാവ്. പിന്നെ പറഞ്ഞു. അതിവിടെ പറഞ്ഞു. പിന്നെ മരംകൊത്തി. അതന്നെ മൈന. കുയിലെങ്ങനെയൊക്കെ അറിയാന്ന് പറഞ്ഞാ കേക്കട്ടെ. കുയില് കരയണത് നമ്മള് കുയിലിന്റെ ഒപ്പം കരയില്ലേ? കുയില് കരയുമ്പോ അപ്പൊ ഈ കുയില് നിങ്ങൾ ഈ കുയിലിന്റെ ഒപ്പം ഒന്ന് ചെല്ലി ഒന്ന് ഏറ്റു പറയാ. അപ്പൊ കുയിലിന്റെ ദേഷ്യം വരുന്ന പോലെ നമ്മളൊപ്പം പറയാം. പിന്നെ കുയില് 2 തരം കുയിലുണ്ട്, അതറിയോ? ആൺകുയിലും പെൺകുയിലും വ്യത്യാസമുണ്ട്. ആൺകുയില് കറുത്തിട്ട് കണ്ണൊക്കെ ചോർത്തി, പെൺകുയില് പുള്ളിയായിട്ട് ശരീരം മുഴുവൻ ഇങ്ങനെ ഒരു സ്ലേറ്റ് കളർ ആഷ് കളറുന്ന പുള്ളി. അരയണ്ണ നമ്മുടെ അവിടെ പരിസരത്തൊന്നും അരയണ്ണ താറാവ് അരയണ്ണല്ലേ. പിന്നെ കൊക്കിനെ കണ്ടിട്ടില്ലേ? പാടത്തൊപ്പം നമ്മുടെ പറമ്പിലൊക്കെ വന്നിരിക്കുന്നുണ്ട് വെള്ള നിറത്തില് കൊക്ക് കണ്ടിട്ടില്ലേ? ഓലഞ്ഞാലി എന്താണ്? ഓലഞ്ഞാലി അത് ഈ തെങ്ങിന്റെ ഓലപ്പെട്ടെങ്കിലൊക്കെ ഇങ്ങനെ വാലിത്ര നീളുണ്ടാവും. അതിങ്ങനെ ഒരു ആഷ് കളറ്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറ്, ബ്ലാക്ക് ഒക്കെ ആയിട്ട്. ഇനി ക്ലാസ്സിൽ വരുമ്പോ ഞാൻ അതിന്റെ ചിത്രം വരച്ച് കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. ഓലഞ്ഞാലിണ്ട്. മൈനാനറിയാം എല്ലാവർക്കും ഇല്ലേ? മൈനറിയാം. പിന്നെ കൂട്ടം കൂട്ടായിട്ട് നമ്മള് ചാടി പറയണത് പക്ഷിയുടെ പുസ്തകം അത് കണ്ടിട്ടില്ലേ? അകിളീനെ, അടക്കാക്കിളി. പറമ്പ് മുഴുവൻ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ചാടി നടന്നിട്ട് ഇലയൊക്കെ ചിക്കിയിട്ട്
അടക്കാക്കിളി. പ്രാവല്ല, ഇത് ചെറിയ കിളികള്, ഒരു സ്ലേറ്റ് കളർ നിറച്ച് കൂട്ടം കൂട്ടായിട്ട് അവര് പറമ്പില് കൂട്ടായിട്ടാണ് ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നുക. അപ്പൊ അവരെ കൂടെ വേറെ രണ്ടാളും കൂട്ടം കൂടും. അതാരാന്നറിയോ? അണ്ണാനും മൈനും. അതെന്തിനാണെന്നറിയോ? അണ്ണാനെ ശത്രുക്കൾ വരുമ്പോ ഈ കിളികൾ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ അണ്ണാന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അണ്ണ ഓടി മരത്തുമ്പോ കയറും. പൂച്ചയൊക്കെ പിടിക്കാൻ വരും അണ്ണാന്. പൂച്ചനെ കണ്ട ഈ കിളികളോ പൂച്ച ഉണ്ടാക്കും, പാമ്പിനൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ അണ്ണാന് ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് സിഗ്നൽ കിട്ടും. അപ്പൊ അവ ഓടി മരത്തുമ്പോ കയറും. അപ്പൊ ഈ അടക്കാക്കിളിയോള് എവിടെയൊക്കെ എങ്ങനെ തേടുന്നുണ്ട് അവിടെ അണ്ണ ഉണ്ടാവും. അണ്ണ ഇവരോട് ഭയങ്കര കൂട്ടാണ്. പിന്നെ അവര് കൂട്ടം കൂടിയിട്ടായിരിക്കുള്ളൂ, ഒറ്റയ്ക്ക് നടക്കില്ല കിളികൾ. രാത്രി ആയാലും ഇപ്പൊ മരത്തുമ്പിലൊക്കെ അവര് ഉറങ്ങാതിരിക്കുക. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴും അവിടെ അവര് ഒരു സെറ്റായിട്ട് 7 ആള് 8 ആളൊക്കെ ഉണ്ടാവും ഒരു സെറ്റ്. പിന്നെ പക്ഷികളൊക്കെ കാണുമ്പോൾ നോക്കുക അവരെ പ്രത്യേകതകള്, അവരെങ്ങനെയാ കരയുന്നത്. എല്ലാ കിളികൾക്കും പ്രത്യേക ശബ്ദങ്ങളാണ് അല്ലേ. പിന്നെ ഈ നമ്മൾ ഈ കമ്പിക്ക ഇതുമ്പിലൊക്കെ ഒരു കിളി വന്നിരിക്കും, കണ്ടിട്ട കറുത്തിട്ട് വാല് മീനിന്റെ ആകൃതിയിൽ ഇങ്ങനെ കണ്ടിട്ട കറുത്തിട്ട് വണ്ണം കുറഞ്ഞിട്ടിരിക്കും. കാക്കത്തമ്പിലാട്ടി എന്ന് പറയും. കിങ്ഫിഷർ അല്ല, കിങ്ഫിഷർ അല്ല, കിങ്ഫിഷർ മറ്റേതല്ലേ മീൻ, കിങ്ക്രോ, കാക്കത്തമ്പിലാട്ടി. ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതേ മിമിക്രി മിമിക്രിക്കാരൻ. എന്താ മിമിക്രിക്കാരൻ? അതന്നെ. പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കും, കാക്കയുടെ ശബ്ദം ഉണ്ടാക്കും. പിന്നെ നമ്മളെ വിളിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഒരു ദിവസേ നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മളവിടെ ഒരു ദിവസം ഞാനവിടെ നിൽക്കുമ്പോ ഒരാളിങ്ങനെ വിളിക്കണ പോലെ ആരും കാണാലോ നോക്കിട്ട്. അപ്പൊ ഇത് ഇരുന്നിട്ട് വിളിക്കും. അത് നമ്മളെ വിളിക്കല്ല, അത് ഓൾറെഡി ശബ്ദം ഉണ്ടാക്കണേ. ശരിക്കും പോയിട്ട് വിളിക്കുക. പിന്നെ പൂച്ച കരയണ പോലെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ കുറെ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടുണ്ടാക്കി കാണുമ്പോ നോക്കുക. പിന്നെ മഞ്ഞക്കിളീനാണ്ടില്ല, മഞ്ഞക്കിളി കണ്ടില്ല, മഞ്ഞ കളറ്. മൈനയുടെ അത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ. കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ കറുത്ത ഒരു വരയുണ്ടാവും, കണ്ണെഴുതിയ പോലെ. നല്ല ഭംഗിയുള്ള കിളിയാണ്. പക്ഷെ അധികം താഴത്തേക്കൊന്നും വരില്ല. മരത്തിന്റെ മുകളിലേക്ക് അങ്ങനെ ഇരിക്കുള്ളൂ. താഴത്തേക്ക് വരും, ഇടയ്ക്കൊക്കെ അങ്ങനെ വരും. പിന്നെ അവര് എന്താ കോഴികള് പൂവങ്കോഴീനെ കാണിച്ചരാ. പച്ചിലകൾ തന്നെ നോക്കി കോഴികള്. പൂവങ്കോഴീനെ കാണിച്ചരാ. പൂവങ്കോഴി നോക്കി കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇത് ധ്യാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പൂവങ്കോഴിയുടെ തലയിൽ നോക്കിയേ, റെഡ് കളറിലെ കണ്ടാ വലിയ പൂ കണ്ട. പൂവങ്കോഴി രാവിലെ എണീക്കുമ്പോ എന്താ ചെയ്യണേ? പൂവങ്കോഴി എന്താ ചെയ്യാ? കൊക്കരക്കോ അല്ലേ? കണ്ടോ? കോഴിനെ കണ്ട. അയാൾക്ക് ചായ ഇല്ല. പേടിക്കണ്ട ഒന്നും ചെയ്യില്ല കേട്ടാ. ഭയം. നമ്മൾക്ക് കോഴികൾ എങ്ങനെയാ ഭക്ഷണമൊക്കെ കഴിക്കണേന്ന് കാണണ്ടേ? ഭയം. ഇവിടെ നിന്നോ, തലയിൽ വെള്ളം വീണ്ട. അമ്മ വിളിക്കുന്നുണ്ട്. ശരിതേ നോക്കിയേ, ഒന്നും ചെയ്യില്ല. കേറിക്കോട്ടെ. കണ്ടോ വെള്ളം കുടിക്കുന്ന നോക്കിയേ. വെള്ളം കുടിക്കുന്ന സ്ഥലം കണ്ടോ? നോക്കണ്ട, അത് നോക്കണ്ട, നീ നോക്കണ്ട. അങ്ങനെ വലിക്കണോ അല്ലേ? സാമർത്ഥ്യം കണ്ട